ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാരമേ 40 കൂട്ടം സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ഷിബുചേട്ടൻ, ഹായ്. എല്ലാവർക്കും ഹായ്. ഇപ്പൊ നമ്മള് ഹായ്. ടു വൈഫ്സ് അല്ലെങ്കിൽ ഹായ് എല്ലാവർക്കും ഹായ്. ഭാര്യമാരോടെന്നുള്ള അധ്യായത്തിലാണ്. അദ്ദേഹം നമ്മൾ കഴിഞ്ഞു. അതിന്റെ ഒരു അവലോകനം മൊത്തത്തില് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. അടുത്ത അധ്യായം ഫാമിലി ആഫ്റ്റർ വേർഡ് അല്ലെങ്കിൽ പിന്നീടുള്ള കുടുംബമാണ്. പക്ഷെ ഇന്ന് ഞാൻ പിന്നീടുള്ള കുടുംബത്തിനേക്കാൾ ഉപരിയായി ടു എംപ്ലോയേഴ്സ് എന്നുള്ള ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. കാരണം ഫാമിലി ആഫ്റ്റർ വേർഡിന് ഇച്ചിരി കൂടി സമയം വേണം. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്റർ 8 ടു വൈഫ്സ് ബിഗ് ബുക്ക് പഠിക്കുന്നവരും അല്ലെങ്കിൽ അനേകം കാലങ്ങളായി ആൽക്കഹോളിസം അനോണിമസിന്റെ പഴമക്കാരായിട്ടുള്ളവർ പോലും അല്ലെങ്കിൽ മീറ്റിംഗ് റൂമുകളിൽ പോലും അധികം സംസാരിച്ച് കേൾക്കാത്തൊരു അധ്യായമാണ്. പലപ്പോഴും ആ അധ്യായത്തെ വിട്ടുകളയോ അത് മറികടന്നുകൊണ്ട് മറ്റു ചാപ്റ്ററുകളിലേക്കൊക്കെ പോകുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ സ്പോൺസർ ഈ ടു വൈഫ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് പല ആവർത്തി പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടും അതിനകത്തുള്ള 12-ാം പടി നമുക്കറിയാം. 12 പടികളിലെ ഈ വ്യവഹാരങ്ങളെല്ലാ കാര്യങ്ങളിലും നമ്മൾ പാലിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ അതൊരു ചലഞ്ചാണ്. ആ ഭാഗത്താണ് ടു വൈഫ്സും ഫാമിലി ആഫ്റ്റർ വേർഡും അല്ലെങ്കിൽ പിന്നീടുള്ള കുടുംബവും വരുന്നത്. അപ്പോൾ ഈ ടു വൈഫ്സിലെ ഒരുപാട് പ്രിൻസിപ്പിൾസ്, അതായത് ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളിലും പാലിച്ചു എന്നുള്ളതിന് ഈ തത്വങ്ങൾ നമുക്ക് കൂടുതലായി ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. ഈ ബുക്ക് 1939 എഴുതിയ ബുക്ക്, നമ്മുടെ ബിഗ് ബുക്ക് ഒരിക്കലും ഒരു മാറ്റത്തിന് വിധേയമായിട്ടില്ല. പല ആവൃത്തി ടു വൈഫ്സിലെ പല കാര്യങ്ങളും മാറ്റണമെന്ന് പറഞ്ഞിട്ടും ജനറൽ സർവീസ് കോൺഫറൻസിൽ യാതൊരുവിധ മാറ്റങ്ങളും ചില കുത്തും കോമകളും അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ടുണ്ടെന്നല്ലാതെ അതിന്റെ എൻ്റെ കോർ പോയിന്റുകളിലൊന്നും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളിലൊന്നും മാറ്റം വരുത്താൻ അവരായിട്ട് ശ്രമിച്ചിട്ടില്ല. സ്ത്രീകളുടെ മനോഭാവം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഫീമെയിൽ ആയിട്ടുള്ള സ്ത്രീകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ പറയുന്ന ടു വൈഫ്സ് എഴുതിയിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും നമുക്കറിയാം സ്ത്രീകൾക്ക് മാത്രമല്ല ആൽക്കഹോളിക്കിനും അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭാര്യ, കൂട്ടുകാരി, അയൽക്കാര്, സ്വന്തക്കാര്, ബന്ധുക്കാര്, റൂംമേറ്റുകള്, അങ്ങനെ അവനെ റിക്കവറിക്ക് സഹായിക്കുന്ന കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, അവനെ അറിയാവുന്ന അല്ലെങ്കിൽ അവൻ കുടിയനാണെന്ന് മാത്രം അറിയാവുന്ന ആളുകൾക്കെല്ലാം സഹായിക്കാനായിട്ട് ഈ അധ്യായം പൊതുവെ പ്രയോജനപ്രദമാണ്. ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ പറ്റിയാണ് ഇത് കൂടുതൽ വിവരിക്കുന്നത്. എന്തുകൊണ്ട് ഈ അധ്യായം എഴുതി എന്ന് വെച്ചാൽ ബിഗ് ബുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഹി അല്ലെങ്കിൽ അവൻ മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഹി അല്ലെങ്കിൽ അവൻ, നമ്മൾ എന്നുള്ള മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BW ഇതിനകത്ത് ഷീ അല്ലെങ്കിൽ ഭാര്യമാർ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഫീമെയിൽ ആണ് അവിടെ ഒരു ഏകവചനത്തിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പേജുകളുള്ളത് ഈ ടു വൈഫ്സ് എന്ന് പറഞ്ഞ അധ്യായത്തിനാണ്. അതിന് 18 പേജുകളാണുള്ളത്. നമുക്ക് മറ്റ് പേജുകളൊക്കെ നോക്കാം. ബില്ലിന്റെ കഥയിൽ 16 പേജ്, ഒരു പരിഹാരമുണ്ട് 13 പേജ്, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ 14 പേജ്, വി അഗ്നോസ്റ്റിക്സിൽ 14 പേജ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു 14 പേജ്, ഇൻറ്റു ആക്ഷൻ പ്രവൃത്തി പദത്തിലേക്ക് 17 പേജ്, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം 15 പേജ്, ഭാര്യമാരോട് 18 പേജ്, പിന്നീടുള്ള കുടുംബം 14 പേജ്, ടു എംപ്ലോയേഴ്സ് 15 പേജ്, വിഷം പറയൂ ഒരു നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീക്ഷണം 14 പേജ്. അപ്പൊ ഇത്രയും 11 ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ പേജുകൾ ഉള്ളത് ടു വൈഫ്സിനാണ്. പിന്നീട് പലരും പറയാറുണ്ട് ഇതിനൊരു തിരുത്ത് ആവശ്യമുണ്ട്, കാരണം LGBTQ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പറ്റി പറയുന്നില്ല, പിന്നെ സെക്സ് റിലേഷനെ പറ്റി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അതിനകത്തൊരുക്കും ഇത് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. ഈ അധ്യായം യഥാർത്ഥത്തിൽ ബുക്കിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മദ്യാസക്തർ വിവാഹം കഴിച്ചിട്ടുള്ള ആളുകള്, അത് ഭാര്യമാരായിരിക്കാം അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിരിക്കും. ഭാര്യ മദ്യപാനം കഴിക്കുന്ന ഭാര്യയാണെങ്കിൽ
ഭർത്താക്കന്മാർക്ക് പോലും ഈ ബുക്ക് വായിക്കാമെന്നും അങ്ങ് അതിൽ നിന്ന് മോചനം നേടാമെന്നൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഒരു വിൽപ്പനയെ സഹായിക്കുന്നതിന് കൂടിയാണ് ഈ ബുക്ക് ഈ അധ്യായം എഴുതി ചേർത്തിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1939 ശേഷം ചില പങ്ക്ച്വേഷൻസും ഗ്രാമറുകളിലും ഒക്കെ മാറ്റം വരുത്തിയിട്ടല്ലാതെ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോ അതിനകത്തൊരു വാക്ക് മാറ്റിയേക്കുന്നത് എവരി ഗേൾ ഹൂ ഹാസ് ആൻ ആൽക്കഹോളിക് എന്ന ഭാഗം എവരി വുമൺ ഹൂ ഹാസ് ആൻ ആൽക്കഹോളിക് എന്ന് വെച്ചാൽ ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നുള്ളതിന് പകരം സ്ത്രീകൾ എന്നുള്ള രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മോർ ദാൻ ദംസെൽസ് എന്നുള്ളത് മോർ ദാൻ ദംസെൽസ് എന്ന തൗസൻഡ് ആയിരങ്ങൾ എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. മോർ ദാൻ എന്നുള്ള സ്ഥാനത്ത് ആയിരങ്ങൾ നമ്മൾ മോചനം പ്രാപിച്ചു എന്നുള്ളത് തന്നെ. പിന്നെ ഈ ഇപ്പോ റിക്കവറിയുടെ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു അധ്യായമാണ് ഈ ടു വൈഫ്സ്. അപ്പൊ രണ്ടു കൂട്ടർക്കും, ഒരു സ്ത്രീയാണ് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആണിനെ കെട്ടിയേക്കണമെങ്കിൽ അവർക്കും തിരിച്ചും ഇത് പ്രയോജനം ചെയ്യും. ഇതിപ്പോ ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ 1939 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 19 അമേരിക്കയിലൊക്കെ ബ്ലാക്കുകൾ ഉൾപ്പെടെയുള്ളവർക്ക്, സ്ത്രീ ജനങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ട് 19 വർഷത്തിന് ശേഷം മാത്രമാണ് പുസ്തകം എഴുതുന്നത്. 1920കളിലാണ് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ടവകാശം കിട്ടിയത്. അത് കൂടാതെ അന്നത്തെ കാലത്ത് നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഇപ്പൊ 20-ാം നൂറ്റാണ്ടിലെ പോലെ സ്ത്രീ ജനങ്ങൾ അധികം കമ്പനികളിലെ ഓഫീസേഴ്സ് ആയിട്ടോ മറ്റു കാര്യങ്ങളായിട്ടൊന്നും അവർ വർക്ക് ചെയ്യുന്നില്ല. അവരെപ്പോഴും കുടുംബം വീട് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തെന്നവർക്ക് അവരെ കൂടി പരിഗണിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ലോകത്ത് കിട്ടിയതെങ്കിലും ബിൽ ഡബ്ല്യു 1939 നമ്മുടെ ബിഗ് ബുക്കിൽ അവർക്കൊരു പരിഗണന നൽകി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അന്ന് വരെ നമുക്കറിയാം, ഈ ദൈവങ്ങൾ ഇപ്പൊ നമുക്ക് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, ബുദ്ധനുണ്ട്, അള്ളാഹു ഉണ്ട്, മറ്റ് പല ദൈവങ്ങളും ആണുങ്ങളായ ദൈവങ്ങളാണ്, സ്ത്രീകളായിട്ടുള്ള ദൈവങ്ങളില്ല. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ, ആണുങ്ങൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്ന ഒരു ലോകത്ത്, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ പോലും ആണുങ്ങൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്ന ഒരു കാലത്ത് സ്ത്രീകളെ പരിഗണിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഇതൊരു സ്റ്റോറി ടെല്ലിങ് പോലെയാണ്. അതായത് ഒരു മദ്യാസക്തനായിട്ടുള്ള ആള് എത്രമാത്രം മദ്യാസക്തനാകാനുള്ളത്, അവന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം പോലെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എയുടെ ഒരു പ്രൊമോഷൻ ചാപ്റ്റർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. പിന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങള് സ്ത്രീകളോട് പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ നാഗി എഴുതുക, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തരുത്, അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 4 തരത്തിൽ ആൽക്കഹോളിക്കിനെ വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആൽക്കഹോളിക്കിന് എന്നാ പറയുന്നത്, നോട്ട് ബ്രോക്ക്, അധികം ബ്രോക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ അധികം നശിച്ചിട്ടില്ലാത്ത ഒരു കുടിയനെ പറ്റി ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ലിറ്റിൽ ബിറ്റ്, അതിനേക്കാളും കൂടുതലായിട്ട് ബ്രോക്ക് ചെയ്ത അല്ലെങ്കിൽ തകർന്നു പോയ ആള്. മൂന്നാമത്തെ കുടിയൻ മൊത്തത്തിൽ ബ്രോക്ക് ചെയ്ത കാര്യം. നാലാമത്തെ കാര്യം, ബ്രോക്കിനും മേലെ ഒരുപാട് പോലീസ് കേസും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ പറ്റിയാണ് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോ സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷീ ഹാസ് ബീൻ ചിയർഫുൾ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, റിസൻമെന്റ് ഫ്രീ, നീരസമില്ലാതെ ജീവിക്കാൻ കഴിയും. പേഷ്യന്റ്, ക്ഷമ കിട്ടും. ഹെൽപ്ഫുൾ, സഹായകരമായി പ്രവർത്തിക്കാൻ കഴിയും. അവോയ്ഡ് നാഗിങ്, അതായത് നാഗിങ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താതെ, വിമർശനപ്പെടുത്താതെ ജീവിക്കാൻ കഴിയും. കിൽ ജോയ്, സന്തോഷം കെടുത്താതെ ജീവിക്കാൻ കഴിയും. അവരെ അബൌട്ട് ദ അഗൈൻസ്റ്റ് ദ ആൽക്കഹോളിക്, അതായത് ആൽക്കഹോളിക്കിനോട് ബഹളം കൂട്ടാതെ ജീവിക്കാൻ കഴിയും. അവന് ഒരു പക്ഷേ സോബറാക്കാൻ കഴിയും, ബിഗ് ബുക്ക് റീഡ് ചെയ്യിപ്പിക്കാൻ കഴിയും, മീറ്റിംഗിൽ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ കഴിയും. അപ്പം അവന് ഒരു പക്ഷേ പിന്നീട് സ്ത്രീകളെ പറ്റിയോട് പറയാണ്, ആൽക്കഹോളിസത്തിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഭർത്താവ് കൂടുതൽ പാൽസ് എന്ന് വെച്ചാൽ കൂട്ടുകാരെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അവരോട് അസൂയ തോന്നാം. അവരൊരു പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് ആൽക്കഹോളിക്കിന്റെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. അല്ലെങ്കിൽ വീടുകളിൽ നിറയെ അപരിചിതരെ കൊണ്ട് അവർ നിറയ്ക്കാം. അപ്പൊ നിങ്ങൾ അവോയ്ഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നെഗ്ലക്ട്ഫുൾ, നിങ്ങൾ അവോയ്ഡ് ചെയ്യപ്പെടുന്നു, നിങ്ങൾ പരിഗണന ഇല്ലാതെ മാറുന്നു, നിങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് തോന്നാം.
ഇങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അന്ന് എഴുതി വെച്ചിട്ടാണ് അടുത്തടുത്ത്. പിന്നീട് നമുക്ക് പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിനുള്ളിൽ പല എക്കാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എപ്പോഴും മീറ്റിങ്ങിന് പോകുന്നത് തടസ്സപ്പെടുത്തുന്നു, എന്തിനാണ് അവരോട് കൂടുതൽ സമയം സംസാരിക്കുന്നത്, എപ്പോഴും എന്താണ് ഫോണുമായിട്ട് നടക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ കൂടുതൽ പരിഗണിക്കുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ അവനെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചാൽ അവൻ ട്രബിളിലാകും, വീണ്ടും കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അവൻ സുബോധാവസ്ഥയിൽ നിലനിർത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവൻ ചെയ്തു കൂടിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പല പോയിന്റുകളും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അവന്റെ ആ എന്തൂസിയാസം, ആൽക്കഹോളിക്കുകളുമായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ എന്തൂസിയാസം നശിപ്പിക്കരുത്. അവനോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവൻ പുതിയതായി വരുന്ന ആൽക്കഹോളിക്കിന്റെ ഭാര്യമാരോട് നിങ്ങൾ സംസാരിക്കണമെന്ന് ഭാര്യമാരെ ശുപാർശ ചെയ്യുന്നുണ്ട്. അത് ഒരു പക്ഷേ ലൂയിസ് നടത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്കറിയാം. മദ്യാസക്തരായ ആളുകളെ BW വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചെറിയൊരു സ്റ്റോറിൽ ക്ലർക്കായി ജോലിക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ബർഗറും മറ്റു കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ലൂയിസിനെയാണ് ഒരു പക്ഷേ അവിടെ അവതരിപ്പിക്കുന്നത്. ധാരാളം ദൈവത്തെ അവിടെ അദ്ദേഹം പറയുന്നതിനേക്കാൾ ഉപരിയായി ഒരു പവർ ഓഫ് ഗോഡിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് ശ്രദ്ധിച്ചറിയാം, റിലാപ്സ് ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറയുന്നുണ്ട് അധ്യായത്തിൽ. റിലാപ്സ് ഒരു ബ്ലെസ്സിങ് ആണ്. എന്തുകൊണ്ടാണ്? അത് ദൈവത്തെ കണ്ടെത്താനുള്ള പാത തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ഈ അധ്യായത്തിലെ ഓരോ ചാപ്റ്ററുകളിലും നമുക്കറിയാം വ്യത്യസ്തമായ കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ആദ്യത്തേത് 2 വൈഫ്സ് എന്ന് പറഞ്ഞതിന് ശേഷം 105-ാമത്തെ പേജാകുമ്പോൾ അൺഹാപ്പി ഹോംസ്, അതായത് അസന്തുഷ്ടരായ വീടിനെ പറ്റിയും, 106-ാമത്തെ പേജിൽ ട്രൈയിങ് എവരി ഓപ്ഷൻ, മദ്യപാനം നിർത്താൻ വേണ്ടി എല്ലാവിധ വഴികളും പരീക്ഷിക്കുന്നതിനെ പറ്റിയും, 107-ാമത്തെ പേജിൽ പ്ലേയിങ് ദ ബ്ലെയിം ഗെയിം, അതായത് കുറ്റപ്പെടുത്തുന്ന ആ കാര്യത്തെ പറ്റിയും, 108-ാമത്തെ പേജിൽ ഈ 4 ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 കാറ്റഗറി ആൽക്കഹോളിക്കിന്, അതായത് ഡോക്ടർ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ആൽക്കഹോളിക്കിനെ വിഭജിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തതിന് ശേഷം, വിവിധ തരത്തിലുള്ള ആൽക്കഹോളിക്കിനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം 2 വൈഫ്സിലാണ് ഇത്തരം ആൽക്കഹോളിക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാരാണ്? യുവർ പാർട്ണർ മേ ബി എ ഹെവി ഡ്രിങ്കർ, നിങ്ങളുടെ പാർട്ണർ ഭയങ്കര കുടിയനായിരിക്കാം, ഇൻസ്റ്റെഡ് ഓഫ് ആൻ ആൽക്കഹോളിക്. ഒരു ആൽക്കഹോളിക് ആയിരിക്കണമെന്നില്ല, പക്ഷെ അയാൾ ഹെവി ഡ്രിങ്കർ ആയിരിക്കാം. അതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി, യുവർ പാർട്ണർ ഈസ് ഷോയിങ് ലാക്ക് ഓഫ് കൺട്രോൾ, അദ്ദേഹം കൺട്രോൾ ഇല്ലാത്ത ഒരാളായി കുടിച്ചേക്കാം, ബിക്കോസ് ദേ കാൺട്ട് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഈവൻ വെൻ ദേ വാണ്ട് ടു, അതായത് അവന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും കുടി നിർത്താൻ കഴിയാത്ത രീതിയിലായിരിക്കും അവന്റെ കുടി. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി, യുവർ പാർട്ണർ ഹാസ് ഗോൺ മച്ച് ഫർദർ ദാൻ പാർട്ണർ നമ്പർ 2, അതായത് രണ്ടാമത്തെ കാറ്റഗറിനേക്കാളും കൂടുതലായി മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ കാറ്റഗറി എന്താണ്? യു മേ ഹാവ് എ പാർട്ണർ ഹു സീംസ് ടോട്ടലി ലോസ്റ്റ് ടു ഡ്രിങ്കിങ്, അതായത് മദ്യം കുടിക്കുക എന്ന മാത്രം ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരാളായി മാറിയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമുക്കറിയാം അതിനകത്ത് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇതിന്റെ ഈ പ്രിൻസിപ്പിൾസിനെ നമുക്ക് എടുക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾസ് മാത്രമായിട്ട് ഒരു 10-22 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് ഞാൻ മാത്രമായിട്ട് പറയാം. 111-ാമത്തെ പേജിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, വിജയത്തിന്റെ ഒന്നാമത്തെ തത്വം നിങ്ങൾ ഒരിക്കലും കോപിഷ്ഠയാകരുത് എന്നതാണ്. 112-ാമത്തെ പേജിൽ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, അയാളുടെ കുടിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അയാളോട് ഒരിക്കലും പറയരുത്. ആ പേജിൽ തന്നെ മൂന്നാമത്തെ, നിങ്ങളുടെ സൗഹൃദവും സഹായവും ആവശ്യമുണ്ട്. നാലാമത്തെ പ്രിൻസിപ്പിൾ, പ്രയോജനപ്രദവും പരിപൂർണവുമായ ജീവിതം നയിക്കുക എന്നുള്ളത് സാധ്യമാണ്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ, നിങ്ങളുടെ കാര്യകാരണ വിവേചന ശക്തിയിലും ക്ഷമയിലും നിങ്ങളുടെ ഭർത്താവ് ആകർഷണമായി തീരും. ആറാമത്തെ പ്രിൻസിപ്പിൾ കിടക്കുന്നത് 114-ാമത്തെ പേജിലാണ്, നിങ്ങൾക്കുള്ള അത്ര ആവേശം അയാൾക്കില്ലായിരിക്കാം. 115-ാമത്തെ പേജിൽ ഈ പുസ്തകം വായിപ്പിക്കാൻ ശ്രമിക്കുക, അയാളുടെ പ്രതികരണം ആവേശകരമായിരിക്കും. 116-ാമത്തെ പേജിൽ 8-ാമത്തെ പ്രിൻസിപ്പിൾ, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ ക്ലേശിപ്പിക്കാതിരിക്കാനും അദ്ദേഹത്തിന് ദ്രോഹം ഉണ്ടാക്കാതിരിക്കാനും നിങ്ങൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം. ആ പേജിൽ തന്നെ 9-ാമത്തെ പ്രിൻസിപ്പിൾ, നിങ്ങളുടെ ധൈര്യം, നല്ല രീതി, സ്വന്തം കാര്യങ്ങൾ ഓർത്തുള്ള വിഷാദ ചിന്തകളില്ലാത്ത അവസ്ഥ എന്നിവ സാമൂഹ്യമായി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കൈവരുത്തും. 117-ാമത്തെ പേജ്, പ്രിൻസിപ്പിൾ നമ്പർ 8, ആവശ്യമില്ലാത്ത സ്ഥിതിയിൽ
പ്രത്യേക സംരക്ഷണം ആവശ്യമില്ലാത്ത സ്ഥിതിയിൽ അവരുമായി അയാൾ തർക്കങ്ങളിൽ ഏർപ്പെട്ടാൽ ആരുടെയും പക്ഷം ചേരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മുഴുവൻ ശക്തിയും എല്ലായിടത്തും ഒരു നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുക. ആ പേജിൽ തന്നെ 11 കാലപ്പഴക്കമുള്ള ആൽക്കഹോളിസം എന്ന കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞ ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ കഴിയും. മറ്റുള്ളവരെ പോലെ തന്നെ മദ്യപന്മാരുടെ ഭാര്യമാരായ ഞങ്ങളും അഹങ്കാരം, സ്വയം സഹതാപം, അലങ്കാര ബ്രഹ്മം എന്നിവകൊണ്ട് നിറഞ്ഞ മനസ്സുള്ളവരാണെന്ന് കണ്ടു. തൻ കാര്യമാത്ര പ്രസക്തരായ സ്ത്രീകളാക്കി ഞങ്ങളെ അവ മാറ്റി. സ്വാർത്ഥതയുടെയും സത്യസന്ധയില്ലായ്മയുടെയും കാര്യത്തിൽ വിജയം വരിച്ചവരായിരുന്നില്ല ഞങ്ങൾ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ തത്വങ്ങൾ പകർത്താൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന്റെ അപലക്ഷണീയത ഞങ്ങൾക്ക് ശരിയാണെന്ന് തോന്നി. 12ാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? പക്ഷേ ദൈവത്തിന്റെ ആവശ്യമില്ലാതെ നല്ലവരായിരുന്നു ഞങ്ങളെന്നുള്ള ആശയം വളരെ തരം താണതായിരുന്നു. 13ാമത്തെ ഭയമില്ലായ്മ, മനപ്രയാസം, മുറിപ്പെട്ട വികാരങ്ങൾ എന്നിവയെല്ലാം അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ശ്രമിച്ചു നോക്കാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കാരണം നിങ്ങളുടെ ഭർത്താവിനോടുള്ള സമൂലമായ മാറ്റം എന്ന മനോഭാവത്തോളം അതങ്ങനെ ഉണ്ടാക്കുമെന്ന് ദൈവം കാണിച്ചു തരും. അയാളെ സഹായിക്കുന്ന മറ്റൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുക. 14ാമത്തെ പ്രിൻസിപ്പിൾ ആത്മാർത്ഥതയും വിശ്വാസവും വലിയ പരീക്ഷണവും വിധേയമാവും. 118ാമത്തെ പേജിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 119ാമത്തെ പേജിൽ 15ാമത്തെ പ്രിൻസിപ്പിൾ അയാൾ പൊരുത്തക്കേടുകളും തർക്കങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കും. 120ാമത്തെ പേജ് 16ാമത്തെ പ്രിൻസിപ്പിൾ ക്ഷമ, സഹനശക്തി, ശരിയായ ധാരണ, സ്നേഹം എന്നിവയാണ് മുഖ്യ ഘടകങ്ങൾ. അതേ പേജിൽ തന്നെ 17ാമത്തെ പ്രിൻസിപ്പിൾ ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ തത്വം. നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് താല്പര്യം കാണിക്കുകയാണെങ്കിൽ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം വരികയേയില്ല. 18ാമത്തെ പ്രിൻസിപ്പിൾ 120ാമത്തെ പേജ് ക്ഷമാപൂർവം കാത്തിരിക്കുക. 19ാമത്തെ പ്രിൻസിപ്പിൾ 120ാമത്തെ പേജ് അമർഷ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റി കണക്ക് കൂട്ടുക. 20ാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? പേജ് നമ്പർ 121 മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു പുതിയ ഉത്തരവാദിത്വ ബോധം നിങ്ങൾ രണ്ടുപേരിലും ഉണർന്നു വരും. 21ാമത്തെ പ്രിൻസിപ്പിൾ ജീവിതത്തിന് വേണ്ടി എന്ത് നൽകാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഒരുപോലെ ചിന്തിക്കേണ്ടത്. 22ാമത്തെ പ്രിൻസിപ്പിൾ ഞങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒരിക്കലും അയാൾക്ക് കുടിക്കണമെന്ന തോന്നലില്ലാത്ത മട്ടിലാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ മെനക്കെടാറില്ല. 22ാമത്തെ പ്രിൻസിപ്പിൾ പേജ് നമ്പർ 122 ഞങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒരിക്കലും അയാൾക്ക് കുടിക്കണമെന്ന തോന്നലില്ലാത്ത മട്ടിലാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ മെനക്കെടാറില്ല. 122 തന്നെ 23ാമത്തെ പ്രിൻസിപ്പിൾ കുടിയുടെ വീണ്ടുമുള്ള ആവർത്തനം ഒഴിവാക്കണമെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എന്ന പോലെ ഈ പ്രശ്നവും ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അലനോണെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അലന്റീനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഭർത്താക്കന്മാര്, ഭാര്യമാര്, ബന്ധുക്കൾ, കൂട്ടുകാർ, മറ്റേ ആൽക്കോളിസമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ മാർഗദർശിയായി പുസ്തകം മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 120ാമത്തെ പേജിലാണ് ഇൻ ദ റിക്കവറി പ്രോസസ്സ്. പിന്നെ റിക്കവറി പ്രോസസ്സിലെ ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വളർച്ചയുടെ അല്ലെങ്കിൽ മോചനത്തിന്റെ ഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകളും കടന്നു വരും എന്നുള്ളതിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ കുറെ പാരഗ്രാഫുകൾ. പിന്നെ 117ാമത്തെ പേജിൽ നിങ്ങളുടെ ആത്മീയതയെ കണ്ടെത്തുക എന്നും 112ാമത്തെ പേജിൽ നിങ്ങളുടെ ഭർത്താവിനെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനെ പറ്റിയും 111ാമത്തെ പേജിൽ നിങ്ങളുടെ ഭർത്താവിനോട് മദ്യപാനത്തെ പറ്റി സംസാരിക്കുന്നതിനെ പറ്റിയും 109ാമത്തെ പേജിൽ 4 ടൈപ്പ് ആൽക്കഹോളിസത്തെ പറ്റിയും അല്ലെങ്കിൽ ആൽക്കഹോളിക്കുകളെ പറ്റിയും 108ാമത്തെ പേജിൽ ബ്ലെയിം ദ ബ്ലെയിം ഗെയിംസിനെ പറ്റിയും 107ാമത്തെ പേജിൽ ട്രൈയിങ് എവരി ഓപ്ഷനെ പറ്റിയും പറഞ്ഞു. പിന്നീടുള്ള 104ാമത്തെ പേജ് ഭാര്യമാരോട്, 105ാമത്തെ പേജിൽ അൺഹാപ്പി ഹോംസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അത് അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഈ റിവ്യൂ അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക്